ലോക രാഷ്ട്രീയത്തെ നടുക്കുന്ന യുദ്ധത്തിന്റെ ഇരുണ്ട നിഴൽ കൂടുതൽ കനക്കുന്ന ഒരു പ്രസ്താവന. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ അതിശക്തമായ ആരോപണങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ ശക്തനായ രാഷ്ട്രമായ ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർത്തുവെന്നും അവരുടെ നേതൃത്വ ഘടന തന്നെ നിലം പരിശായി പോയി എന്നും ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ ലോകം മുഴുവൻ അതിന്റെ യാഥാർത്ഥ്യം ചോദ്യം ചെയ്യുകയാണ്. മിയാമിയിൽ നടന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് പരിപാടിയിൽ സംസാരിക്കവെയാണ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ. മുൻ ഇറാൻ കമാൻഡർ ഖാസിം സുലൈമാനിയെ ഒരു ഭ്രാന്തൻ പ്രതിഭ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ ഇപ്പോൾ ചർച്ചകൾക്കായി യാചിക്കുകയാണ് എന്നും ട്രംപ് അവകാശപ്പെട്ടു. വിജയികളെക്കാൾ താൻ ഇഷ്ടപ്പെടുന്നത് പരാജയപ്പെട്ടവരെയാണ് എന്ന് ചടങ്ങിൽ സംസാരിക്കവേ ട്രംപ് പറഞ്ഞതും വിവാദങ്ങൾക്ക് വഴിയൊരുക്കി. വിജയികളായ ആളുകൾ അവരുടെ വിജയഗാഥകൾ പറയുന്നത് കേൾക്കാൻ തനിക്ക് താല്പര്യമില്ല, മറിച്ച് തന്റെ വിജയങ്ങൾ കേട്ടിരിക്കുന്ന പരാജയപ്പെട്ടവരുടെ കൂടെ ഇരിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും ട്രംപ് പറഞ്ഞു. പരാജയപ്പെട്ടവരുടെ കൂടെ ഇരിക്കുന്നത് എനിക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം പിന്നീട് താൻ തമാശ പറഞ്ഞതാണെന്നും എന്നാൽ അതിൽ അല്പം കാര്യമുണ്ട് എന്നും കൂട്ടിച്ചേർത്തു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃഗുണം വിജയിക്കുക എന്നതാണെന്നും ട്രംപ് പറഞ്ഞു. ഇത് വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമല്ല, ഇതൊരു രാജ്യത്തിന്റെ സൈനിക ബലം, അതിന്റെ ആത്മവിശ്വാസം, അതിന്റെ ഭാവി എല്ലാം ചേർന്ന ഒരു വലിയ അവകാശവാദമാണ്. ഇറാന്റെ നാവികസേനയും വ്യോമസേനയും പൂർണ്ണമായും ഇല്ലാതായതായി, അവരുടെ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ തകർത്തു, പ്രതിരോധ സംവിധാനങ്ങൾ നിലം പരിശാക്കി എന്നിങ്ങനെ ട്രംപ് പറഞ്ഞ വാക്കുകൾ ഒരു യുദ്ധവിജയം പ്രഖ്യാപിക്കുന്ന ശൈലിയിലാണ് മുഴങ്ങുന്നത്. മുൻപും ഇത്തരം പല പ്രഖ്യാപനങ്ങളും പല കാര്യങ്ങളിലും ട്രംപ് നടത്തുകയും അതൊക്കെ വെറും ഓലപ്പടക്കങ്ങളായിരുന്നു എന്ന് കാലം പതിയെ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വീണ്ടും അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ട്രംപ് യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റുന്ന തരത്തിൽ സൈനികരുടെയും ഇറാനിലെ ജനതയുടെയും മനോവീര്യം തകർത്തുകൊണ്ട് യുദ്ധം ജയിക്കാനുള്ള തന്ത്രമാണ് പയറ്റുന്നത് എന്നുള്ള നിരീക്ഷണങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിലുപരി ഇറാന്റെ പരമോന്നത നേതൃപദവിയിലേക്ക് ഉയർന്ന നേതാവായ മുജ്തബ ഖമേനി കൊല്ലപ്പെട്ടു എന്ന അവകാശവാദം വിഷയത്തെ കൂടുതൽ ഗുരുതരമാക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ നേതൃഘടന തകർന്നുവെന്നത് അതിന്റെ രാഷ്ട്രീയ സ്ഥിരതയെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ഈ അവകാശവാദങ്ങൾക്ക് ഇതുവരെ സ്വതന്ത്രമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇത് പശ്ചാത്തലത്തിൽ ചില നിർണായക ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യത്തിൽ നടന്ന സംഭവങ്ങളാണോ, അല്ലെങ്കിൽ ഒരു വലിയ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായുള്ള ശക്തമായ പ്രചരണമോ? ലോകശക്തികൾ തമ്മിലുള്ള സംഘർഷം ഇനി തുറന്ന യുദ്ധത്തിലേക്കാണോ നീങ്ങുന്നത്? മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇതിനകം തന്നെ സംഘർഷങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓരോ വാക്കും, ഓരോ അവകാശവാദവും അതൊരു രാജ്യത്തിന്റെ ഭാവിയെ തന്നെ സ്വാധീനിക്കാവുന്നവയാണ്. ഇപ്പോൾ ലോകം കാത്തിരിക്കുന്നത് ഒരേ ഒരു കാര്യത്തിനാണ്: ഈ ആരോപണങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥ എന്താണ്? കാരണം സത്യം എത്രയും വൈകാതെ പുറത്തു വരും. അത് ലോക സമാധാനത്തിനൊരു വഴിയാകുമോ, അല്ലെങ്കിൽ ഒരു പുതിയ യുദ്ധത്തിന്റെ തുടക്കമാകുമോ എന്നതാണ് ഇനി കാണാനുള്ളത്.